തെരഞ്ഞെടുപ്പ് പ്രചാരണം അന്തിമഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഇന്ത്യ മുന്നണിയിലെ 2 പാർട്ടികൾ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന കേരളം. കോൺഗ്രസ് CPIM നേതാക്കൾ വാക്പോരുമായി നേർക്കുനേർ വരികയാണ്. രാഹുൽ ഗാന്ധിയുടെ കണ്ണൂർ പ്രസംഗത്തിൽ തുടങ്ങിയ വിവാദമാണ്. രാഹുലിനെ പരിഹസിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ, അത് ഏറ്റുപിടിക്കുന്ന നേതാക്കൾ. തെരഞ്ഞെടുപ്പ് കളത്തിൽ പുതിയ ചർച്ച കൊടുമ്പിരിക്കൊള്ളുകയാണ്. അമൂൽ പുത്രനാണ് സോണിയാഗാന്ധിയും അവരുടെ മോൻ രാഹുൽ ഗാന്ധിയുമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട്. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായി കുറെ അമൂൽ പുത്രന്മാരെ ഇറക്കിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്കെതിരായ പരിഹാസ പരാമർശങ്ങൾക്ക് ഒരു വ്യാഴവട്ടത്തിന്റെ പഴക്കം. 2011 അന്നത്തെ മുഖ്യമന്ത്രി രാഹുലിനെ അമൂൽ ബേബി എന്ന് വിളിച്ചത് കേരളത്തിലുണ്ടാക്കിയ കോലാഹലം ചെറുതല്ല. VSന്റെ വാക്കുകൾ കടമെടുത്ത് അമൂൽ കമ്പനി പോസ്റ്റർ തന്നെ ഇറക്കി. രാഹുലിനെ പരിഹസിച്ചുകൊണ്ട് BJPക്കാർ പപ്പുമോൻ എന്ന് വിളിച്ചു. 2019 രാഹുൽ വയനാട് മത്സരിക്കാനെത്തിയപ്പോൾ CPIM മുഖപത്രമായ ദേശാഭിമാനി ഇങ്ങനെ എഴുതി: കോൺഗ്രസ് തകർച്ച പൂർണ്ണമാക്കാൻ പപ്പു സ്ട്രൈക്ക്. വിവാദമായി. വിശദീകരിച്ച് ദേശാഭിമാനി രംഗത്തെത്തി. ജാഗ്രതക്കുറവുണ്ടായി എന്ന് റെസിഡന്റ് എഡിറ്റർ തന്നെ പറഞ്ഞു. വർഷങ്ങൾ പിന്നെയും കഴിഞ്ഞു. രാഹുൽ വീണ്ടും വയനാട്ടിൽ മത്സരിക്കുന്നു. CPIM BJP അന്തർധാരയെന്ന് കോൺഗ്രസ് പ്രചാരണ വിഷയമാക്കി ഉയർത്തി. പിണറായിയെ എന്താണ് കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്യാത്തത് എന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. Why is none of this happening to the Chief Minister of Kerala? Why is his membership not being taken away? Why is his house not being taken away? Why is he not being interrogated by the ED, CBI and all these? 2 chief ministers are in jail. മുഖ്യമന്ത്രിയുടെ മറുപടി പരിഹാസമായിരുന്നു. പഴയ പേര് ഓർമ്മയുണ്ടോ എന്ന് രാഹുലിനോട് ചോദിച്ചു പിണറായി. രാഹുൽ ഗാന്ധി, നേരത്തെ നിങ്ങൾക്കൊരു പേരുണ്ട്, ആ രീതിയിൽ തന്നെ അതിൽ നിന്ന് മാറിയിട്ടില്ല എന്നൊരവസ്ഥ ഉണ്ടാക്കരുത് കേട്ടോ. അത് നല്ലതല്ല. നിങ്ങളെ മുത്തശ്ശിയില്ലേ ഈ രാജ്യത്താകെ അടക്കി വാണിരുന്ന കാലം, അവരായിരുന്നു ഞങ്ങളെയൊക്കെ പിടിച്ച് ജയിലിലിട്ടത്. എത്ര കാലം? 1.5 വർഷം. ഇപ്പോൾ ജയിലിൽ നിന്ന് കേട്ടാൽ നിങ്ങളെ അശോക് ചവാനെ അയ്യോ എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല. വിമർശനം ഇന്നും തുടർന്നു. രാഹുൽ ഗാന്ധിയുടേത് മതനിരപേക്ഷ മനസ്സാണോ സംഘപരിവാർ മനസ്സാണോ എന്ന് വ്യക്തമാക്കണമെന്ന മുഖ്യമന്ത്രി. സംഘപരിവാറിന്റെ അജണ്ട നടപ്പാക്കുമ്പോൾ സംഘപരിവാർ മനസ്സുകാർക്കെല്ലാം അതിനോട് യോജിപ്പുണ്ടാവും. രാഹുൽ ഗാന്ധി, നിങ്ങൾ പറയണം, നിങ്ങളുടെ മനസ്സ് ഏത് മതനിരപേക്ഷ മനസ്സാണോ അല്ല സംഘപരിവാർ മനസ്സാണോ? ആ മറുപടിയാണ് കേരളത്തിന് മുൻപാകെ നിങ്ങൾ പറയേണ്ടത്. രാഹുൽ ഗാന്ധിയെ പ്രതിരോധിച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ രംഗത്തു വന്നു. മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്നല്ല രാഹുൽ ഉദ്ദേശിച്ചത്. ഉന്നയിച്ചത് രാഷ്ട്രീയ ചോദ്യമാണ്. മുഖ്യമന്ത്രി മോദിയെ സുഖിപ്പിക്കുകയാണ് എന്നും KC വേണുഗോപാൽ. എല്ലാ ദിവസവും പ്രൈം മിനിസ്റ്റർ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് നിങ്ങൾ കേൾക്കാം, പ്രൈം മിനിസ്റ്റർ ഹിംസെൽഫ് അയാൾ പറയുന്നുണ്ട് കേസെടുക്കും. അല്ലാതെ ഒരു ചോദ്യം ചെയ്യാൻ പോലും വിളിച്ചില്ലല്ലോ എന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. അപ്പോൾ ആ ചോദ്യത്തിന് അറസ്റ്റ് ചെയ്യാനുള്ള ആഗ്രഹമല്ല പ്രകടിപ്പിച്ചത്. അവിടെ ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. എന്തുകൊണ്ട് അവർ പോകുന്നില്ല എന്നാണ് ചോദിച്ചത്. യെച്ചൂരിയുടെ നിലപാടറിയാൻ താല്പര്യമുണ്ട് എന്നും പറഞ്ഞു KC വേണുഗോപാൽ. യെച്ചൂരിയുടെ മറുപടി എത്തി. രാഹുലിനെ വിമർശിച്ചു തന്നെ. കേരളം കടന്നാൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് എന്ന കോൺഗ്രസ് മറന്നു പോകരുത്. All the parties in the UDF are members of the India bloc. Outside Kerala, they all agree with us that the country has to be saved by defeating the Modi government. This is the brazen opportunism and contradiction with the UDF. രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി പരിഹസിക്കുന്ന പ്രതികരണവും LDF ക്യാമ്പിൽ നിന്ന് വന്നു. വിദേശ രാജ്യങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്നത് പാൽപ്പൊടിപ്പാൽ കുടിച്ച് വളർന്നതല്ല. കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ പട്ടിണി കിടന്ന് ദുരിതമനുഭവിച്ച് ആ ജനതയുടെ എല്ലാ ദുഃഖങ്ങളിലും പ്രശ്നങ്ങളിലും പങ്കാളികളായി വളർന്നു വന്ന നേതാവാണ്. മുഖ്യമന്ത്രിയും CPIMഉം രാഹുൽ ഗാന്ധിയെ മുഖ്യ ശത്രുവായി പ്രഖ്യാപിച്ചു. BJP എന്ന ഭയത്തിലാണ് മുഖ്യമന്ത്രി ജീവിക്കുന്നത്. പിണറായി വിജയൻ കസവ് കെട്ടിയ പേടിത്തൊണ്ടനെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മോഡിയെ വിമർശിക്കാത്ത, BJPയെ വിമർശിക്കാത്ത ഏക CPM നേതാവ് ശ്രീ പിണറായി വിജയനായിരുന്നു. അദ്ദേഹം ഭയമാണ് അദ്ദേഹത്തെ ഭരിക്കുന്നത്. ഇന്ത്യ മുന്നണിയിൽ കേരളത്തിലുണ്ടായ തർക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഏറ്റുപിടിച്ചു. ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ പരസ്പരം ചീത്ത വിളിക്കുന്നു. ഒരാൾ മറ്റൊരാളെ ജയിലിൽ അടയ്ക്കുന്നതിനെ കുറിച്ച് പറയുന്നു. ഇങ്ങനെ പരസ്പര വിശ്വാസം ഇല്ലാത്തവരെ ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും? क्योंकि उनके अलायंस के साथी भी एक दूसरे को गालियां दे रहे हैं। केरल के मुख्यमंत्री ने जो शाहजादे को सुनाई है, मैं भी कभी ऐसी भाषा नहीं बोलता हूँ, ऐसी भाषा बोली है साथी को। ये हाल है उनका। अब जैसे इन्होंने अमेठी से भागना पड़ा, अमेठी छोड़ा, अब मान के चलिए
वो वायनाड भी छोड़ेंगे। പ്രചാരണം അവസാന ദിനങ്ങളിലേക്ക് കടന്നതോടെ കോൺഗ്രസ് CPIM വാക്പോര് ഇനിയും രൂക്ഷമാകാനാണ് സാധ്യത. സ്വാഭാവികമായും BJP അത് ഏറ്റെടുക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.